എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡിഗ്രി പ്രിലിംസിൽ നമ്മൾ കുറച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എനർജി സോഴ്സ് കണ്ടല്ലോ, ടോപ്പിക് പോലെ തന്നെ എനർജി സോഴ്സ്. അതായത് നമുക്കറിയാം എന്താണ് ഡിഗ്രി പ്രിലിംസിൽ നമുക്ക് എന്താണ് ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്, ഇക്കണോമിക്സ് വരുന്നുണ്ട് അല്ലേ. അപ്പം അതിനകത്ത് നമ്മൾ എന്താണ് കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ പഠിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളതാണ് എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എനർജി സോഴ്സ് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം കേട്ടോ. അപ്പം ആ ചോദ്യത്തിനുള്ള ഉത്തരം ആൻസർ കമന്റ് ബോക്സിലിടണേ. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം നോക്കുക, കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? ഇനി നാലാമത്തെ ചോദ്യം, കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ഏതാണ്? അഞ്ചാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? അപ്പം 5 ചോദ്യങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. എനർജി സോഴ്സിൽ നമ്മൾ എന്താണ് ജലവൈദ്യുത പദ്ധതികളാണ് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണേ. ശ്രദ്ധിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ്? അത് ജലവൈദ്യുതിയാണ് അല്ലെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ് അല്ലെ. ഇനി നോക്കൂ, കേരളത്തിൽ ഊർജ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് കേരളത്തിൽ ഊർജ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് KSEB അറിയാല്ലേ. അപ്പം എന്താണ് കേരളത്തിൽ ഊർജ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ പോകുന്ന ആദ്യത്തെ ഏജൻസിയാണ് ഏത്? കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് KSEB. ഇനി രണ്ടാമത്തേത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. അടുത്തത് അനർട്ട്. എന്താണ് അനർട്ട്? അനർട്ട് ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി 1986. ഇനി അടുത്തത് എനർജി മാനേജ്മെന്റ് സെന്റർ. അപ്പൊ ഏതൊക്കെയാണ് കേരളത്തിൽ ഊർജ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏജൻസികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇനിയും ഉത്തരം എഴുതുമല്ലോ. ഒന്ന് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് KSEB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അനർട്ട്, അതുപോലെ തന്നെ എനർജി മാനേജ്മെന്റ് സെന്റർ. എന്താണ് അനർട്ട്? അനർട്ട് എന്ന് പറഞ്ഞാൽ ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. എപ്പോഴാണ്? 1986. അടുത്തത് എനർജി മാനേജ്മെന്റ് സെന്റർ. അപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഒന്നുകൂടെ നോക്കിയേ. അടുത്ത നോക്കിയേ, KSEB സ്ഥാപിതമായ വർഷം ഏതാണ്? അത് 1957 മാർച്ച് 31 ആണ് കേട്ടോ. 1957 മാർച്ച് 31 എന്ത് KSEB സ്ഥാപിതമായത്. അപ്പൊ ഇനി മറന്നു പോകരുത്. KSEB സ്ഥാപിതമായത് 1957 മാർച്ച് 31. ഇനി നോക്കൂ, KSEBയുടെ ആപ്തവാക്യം എന്താണ്? KSEBയുടെ ആപ്തവാക്യം കേരളത്തിന്റെ ഊർജം എന്നാണ് കേട്ടോ. കേരളത്തിന്റെ ഊർജം എന്നതാണ് KSEBയുടെ ആപ്തവാക്യം. ഇനി നോക്കിയേ, കേരള ഇലക്ട്രിസിറ്റിയുടെ ഓംബുഡ്സ്മാന്റെ ഔദ്യോഗിക ആസ്ഥാനം എവിടെയാണ്? അത് കൊച്ചിയിലാണ്. എറണാകുളം കൊച്ചിയിലാണ് കേട്ടോ. അപ്പം KSEBയുടെ ആപ്തവാക്യം എന്താണ്? കേരളത്തിന്റെ ഊർജം എന്നാണ്. അതുപോലെ തന്നെ കേരള ഇലക്ട്രിസിറ്റിയുടെ ഓംബുഡ്സ്മാന്റെ ഔദ്യോഗിക ആസ്ഥാനം എവിടെയാണത്? എറണാകുളത്താണ്, കൊച്ചിയിലാണ്. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ, KSEBയുടെ കീഴിൽ 38 ജലവൈദ്യുത പദ്ധതികളും 2 ഡീസൽ പവർ പ്ലാന്റുകളും 1 കാറ്റാടി ഫാമും 24 സോളാർ പ്ലാന്റും ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? KSEBയുടെ കീഴിൽ 38 ജലവൈദ്യുത പദ്ധതികളും 2 ഡീസൽ പവർ പ്ലാന്റുകളും 1 കാറ്റാടി ഫാമും അതുപോലെ തന്നെ 24 സോളാർ പ്ലാന്റും ഉണ്ട് കേട്ടോ. അപ്പം എന്താണ് ഏത് റിപ്പോർട്ട് അനുസരിച്ചാണ്? ആസ് പെർ KSEB ആനുവൽ റിപ്പോർട്ട് 2020-21 KSEBയുടെ ആനുവൽ റിപ്പോർട്ട് അനുസരിച്ചാണ് കേട്ടോ ഈ ഒരു കണക്ക്.
എന്താണ് 38 ജലവൈദ്യുത പദ്ധതികളും 2 ഡീസൽ പവർ പ്ലാന്റുകളും 1 കാറ്റാടി ഫാമും 24 സോളാർ പ്ലാന്റും ഉണ്ട് കേട്ടോ. ഇനി നോക്കൂ, വൈദ്യുതി ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? അത് ഒരുമയാണ് കേട്ടോ. ഒരുമ 2006 കേട്ടോ. ഒരുമയാണ്. വൈദ്യുത ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് പ്ലാറ്റ്ഫോം എന്താണ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഏത്? ഒരുമ എന്ന് പറയുന്നത്. വൈദ്യുത ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരുമ. ഇനി നോക്കിയേ, ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഊർജ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് ഏത് എന്ന് പറയുന്നത്? എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. നമ്മൾ ഏജൻസിയുടെ കാര്യം പറഞ്ഞല്ലേ, കുറെ ഏജൻസികൾ പറഞ്ഞായിരുന്നു. അതില് എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞിരുന്നു. ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഊർജ സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി ഊർജ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് ഏത് എന്ന് പറയുന്നത്? എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരുമ കണ്ടു. എന്താണ് ഒരുമ? വൈദ്യുതി ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരുമ 2006. അതുപോലെ തന്നെ 2021-2021 KSEBിയുടെ ആനുവൽ റിപ്പോർട്ട് പ്രകാരമുള്ള എന്തൊക്കെയാണ് KSEBിയുടെ കീഴിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളതും നമ്മൾ നോക്കി. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. 2001 എനർജി കൺസർവേഷൻ ആക്ട് നടപ്പാക്കാനായിട്ട് ചുമതലപ്പെട്ട സംസ്ഥാന സ്ഥാപനം ഏതാണ്? അത് എനർജി മാനേജ്മെന്റ് സെന്റർ ആണ് കേട്ടോ. എനർജി മാനേജ്മെന്റ് സെന്റർ ആണ്. എന്താണ്? 2001 എനർജി കൺസർവേഷൻ ആക്ട് നടപ്പാക്കാനായിട്ട് ചുമതലപ്പെട്ട സംസ്ഥാന സ്ഥാപനം ഏതാണ്? അത് എനർജി മാനേജ്മെന്റ് സെന്റർ ആണ് കേട്ടോ. ഇനി നോക്കിയേ, സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 2018 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത്? ഊർജ കേരള മിഷൻ എന്ന് പറയുന്നത്. ഊർജ കേരള മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഊർജ കേരള മിഷൻ എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 2018 എന്നാണ് 2018 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഊർജ കേരള മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഊർജ കേരള മിഷൻ പദ്ധതി. നോക്കിക്കേ, എന്താണ് എനർജി മാനേജ്മെന്റ് സെന്റർ? എന്തായിരുന്നു? അതൊരു സ്ഥാപനമാണല്ലേ. എന്ത് സ്ഥാപനം? 2001 എനർജി കൺസർവേഷൻ ആക്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ആക്ട് ആണ്? എനർജി കൺസർവേഷൻ ആക്ട് നടപ്പാക്കാനായിട്ട് ചുമതലപ്പെട്ട സംസ്ഥാന സ്ഥാപനമാണ് എന്ത് എന്ന് പറയുന്നത്? എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഊർജ കേരള മിഷൻ കണ്ടു. ഇനി നോക്കൂ, എന്താണ് ലാഭപ്രഭ എന്ന് നോക്കാം. എന്താണ് ലാഭപ്രഭ എന്ന് നോക്കാം. ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിൽ ഊർജ സംരക്ഷണ ബോധവൽക്കരണത്തിനായി ഇലക്ട്രിസിറ്റി ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പദ്ധതി എന്താണ്? ഊർജ സംരക്ഷണ പദ്ധതിയാണ് ഏത്? ലാഭപ്രഭ എന്ന് പറയുന്നത്. ഇന്ന് 2013 എന്താണ്? ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിൽ ഊർജ സംരക്ഷണ ബോധവൽക്കരണത്തിനായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ എന്താണ്? ഊർജ സംരക്ഷണ പദ്ധതിയാണ്. എന്ന് 2013 നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പദ്ധതിയാണ് ഏത്? ലാഭപ്രഭ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത് നോക്കിയേ. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ്? അത് കണ്ണൻ ദേവൻ കമ്പനിയാണ് കേട്ടോ. എന്നാണ്? 1900-ലാണ്. എന്താണ്? കണ്ണൻ ദേവൻ കമ്പനി പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനിയാണ് ഏത് എന്ന് പറയുന്നത്? കണ്ണൻ ദേവൻ കമ്പനി എന്ന് പറയുന്നത്. ഇനി നോക്കൂ, പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ്. പള്ളിവാസൽ പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ് എന്ത്? പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് നദിയുടെ തീരത്താണ്? ഏത് നദിയിലാണ്? പെരിയാറിന്റെ പോഷക നദിയായ
മുതിരപ്പുഴയിലാണ് എന്ത് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇനി നോക്കിയേ, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ആരുടെ ഭരണകാലത്താണ്? അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് എന്ത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. അപ്പം പള്ളിവാസൽ പദ്ധതി എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, എന്നാണ്, ഏത് കമ്പനിയാണ് സ്ഥാപിച്ചത്? പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് എന്താണ് കണ്ണൻ ദേവൻ കമ്പനി ആയിരുന്നു. അത് 1900-ലായിരുന്നു. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ്. ഇനി നോക്കിക്കേ, അടുത്ത നോക്കിക്കേ, പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളവും മുതിരപ്പുഴയിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിലാണ് കേട്ടോ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിലാണ് കേട്ടോ. എന്താണ്? പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളവും അതുപോലെ തന്നെ മുതിരപ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഏതാണ്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിലാണ് കേട്ടോ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിലാണ്. ഇനി നോക്കിയേ, ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ്. അറിയാം അല്ലെ? കാരണം എന്താണ്? പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ജലവും അതുപോലെ തന്നെ മുതിരപ്പുഴയിലെ ജലവും കൂടെ എന്താണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഏത് പദ്ധതി ആവിഷ്കരിക്കുന്നത്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ആവിഷ്കരിക്കുന്നത്. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ്, നമുക്കറിയാം അല്ലെ? ഇനി നോക്കിയേ, കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ചെങ്കുളമാണ്. എന്നാണ്? 1954-ലാണ്. അപ്പം ആദ്യം തന്നെ എന്താണ്, നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, 5 ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. കാരണം നമ്മൾ ആദ്യം തന്നെ ഇത് ക്വസ്റ്റ്യൻ ഇടുമ്പോഴത്തേനും നിങ്ങൾ അതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ ആൻസേഴ്സ് ചെയ്യണം കേട്ടോ. കാരണം ഇത് ഡിഗ്രി പ്രിലിംസിന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഭാഗമാണ് ഈ എനർജി സോഴ്സ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ. നമുക്കറിയാം, സിലബസ് എടുത്ത് നോക്കി അറിയാം, കുറേ അധികം ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി സോഴ്സ്, അതുപോലെ തന്നെ എന്താണ് ഫിസിയോഗ്രഫിക്കകത്ത് നമ്മൾ എന്താണ് ലാൻഡ് ഫോംസ്, റിവേഴ്സ്, റെയിൽവേ, ഇതെല്ലാം നമുക്ക് നോക്കാനുണ്ട്. അപ്പം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഇത്തരം നോട്ട്സുകൾ കൃത്യമായിട്ട്, ഇത്തരം ക്ലാസ്സുകൾ കൃത്യമായിട്ട് എന്താണ് കിട്ടുമ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം പേജ്, ടെലഗ്രാം പേജിൽ നമ്മൾ ഇടുന്ന എല്ലാ നോട്ട്സും എന്താണ് കൃത്യമായിട്ട് ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ടെലഗ്രാം പേജിൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പം ഇത്തരം ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരുപാട് ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.